വല്ലപ്പുഴയിൽ വെച്ച് മുജാഹിദുകളും അതുപോലെ സമസ്ത ഈ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുമായൊരു സംവാദത്തിലേർപ്പെട്ടു. സംവാദത്തിന്റെ വിഷയം എന്താ? മൗലിദ് കിതാബ് ശരിയോ തെറ്റോ, മൗലിദ് ആ വിഷയം ശരിയോ തെറ്റോ എന്ന ചർച്ചയാണ്. ആ സമയത്തതാ മുജാഹിദുകൾ ശക്തമായി വാദിച്ചപ്പോൾ അവിടെ വെച്ചൊരു സഖാവി പരസ്യമായി പറഞ്ഞു, മൗലിദ് കിതാബിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല, അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കരുതേ എന്ന് പറഞ്ഞു. ഈ വിഷയം സമ്മതിച്ചതാ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഒരു കാട്ടിൽ മുക്കിപ്പോയി പ്രസംഗിച്ചു നമ്മൾ അശ്വനി. പ്രസംഗിച്ച സമയത്തുണ്ട് അശ്വനി നേരെ അത് എതിർത്തു. ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അപ്പോ നേർക്ക് നേരെ ഇരുന്ന് സംസാരിച്ച വിഷയത്തിൽ പോലും കളവ് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം. കളവ് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം. വെറുതെ അല്ല, കേട്ടോളൂ, അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ കേൾക്കാം. സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും